നമസ്കാരം, എല്ലാവർക്കും ശ്രീ വെങ്കടേശ്വര ആസ്ട്രോ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഈ ചാനലിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കൈവിഷബാധയെ പറ്റിയാണ്. അപ്പോൾ കൈവിഷബാധ എന്ന് പറയുന്നത് തന്നെ രണ്ട് വിധത്തിലുണ്ട് എന്നുള്ളതാണ് പറയുക. ഒന്ന് നമ്മൾക്ക് വന്നിട്ട് വിഷഭക്ഷണത്തിലൂടെ സംഭവിക്കുന്നതും, അതായത് അപഥ്യമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ വരുന്ന ബാധാദോഷങ്ങൾ എന്ന് പറയും. അതല്ല നമ്മളിന്നിവിടെ പറയുന്നത്. കൈവിഷബാധ ഒരു ദേഹത്തിൽ അല്ലെങ്കിൽ ഒരു ശരീരത്തിൽ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ പറ്റിയാണ് പ്രശ്നവശാൽ നമ്മൾ ചിന്തിക്കാറ്. അതിന് കുറേ നിയമങ്ങളുണ്ട് ജ്യോതിഷത്തിൽ. എന്തൊക്കെയെന്ന് പറയാം. മിത്രേ പുത്രേ സപ്തമേ അഷ്ടമേ വ മാനാവാഹോ തിഷ്ടതി ശ്വേളഭുക്തി തത്രസ്തേജാരീശ്വര്യ അരിപ്രയുക്തേ വിജ്ഞാതവ്യ സ നചേ ദൈവയോഗാൽ എന്നാണ് പറയുക. അതായത് ഒന്ന് ജാതകപ്രകാരം, അതായത് പ്രശ്നപ്രകാരം രാശിവശാലോ ഗുളികനോ രാഹുവോ ഒരാളുടെ പ്രശ്നത്തിൻ്റെ 4, 5, 7, 8 ഭാവങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാവത്തിൽ നിന്നാൽ നിങ്ങൾക്ക് കൈവിഷബാധ ഉണ്ട് എന്ന് നമ്മൾക്ക് എടുത്തു പറയാവുന്നതാണ്. ഈ കൈവിഷബാധ എന്ന് പറയുന്നത് തന്നെ പല വിധത്തിലുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് എന്തിനാണ് കൈവിഷം കൊടുത്തത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം എന്നാണ് പറയുക. കൈവിഷബാധ അത് രോഗഹേതുവായിട്ട് തീർന്നിട്ടുണ്ട് എന്നുള്ളതും ചിലത് അത് വന്നിട്ട് നമുക്ക് ശത്രുക്കൾ മനഃപൂർവ്വം 6ാം ഭാവാധിപൻ്റെ യോഗം കൂടി ഉണ്ടെങ്കിൽ ശത്രുക്കൾ മനഃപൂർവ്വം വിഷം കൊടുത്തതാണെന്നും പറയാം. 6ാം ഭാവാധിപനും ഗുളികനോടും കൂടിയിട്ട് മേൽപ്പറഞ്ഞ ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ കൈവിഷബാധ പറയാവോ എന്നുള്ളതും കൂടി ഉണ്ട് എന്നുള്ളതും കൂടി പറയുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് പല വിധത്തിൽ നമുക്ക് തരാൻ പറ്റും. ഒന്ന് നമുക്ക് വന്നിട്ട് എന്താ പറയുക, വെറ്റിലയിൽ അല്ലെങ്കിൽ ദ്രവ്യത്തിൽ മഷി മൂലമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പാല്, തൈര്, മോര്, പഴങ്ങൾ, അങ്ങനെ ഏത് വിധത്തിൽ വേണമെങ്കിലും ഭക്ഷണങ്ങൾ നമുക്ക് തരാൻ പറ്റും എന്നുള്ളതാണ് പറയാം. ഈ ഔഷധപ്രയോഗം കൊണ്ടും മന്ത്രോച്ചാരണം കൊണ്ടും വിഷമുണ്ടാകുന്നതാണ്. ശത്രുക്കൾ കൃത്യമല്ലാതെയും വിഷാഹാരം സംഭവിക്കാറുണ്ട്. പരസ്പരമായിട്ടുള്ള വിരുദ്ധങ്ങളായ ആഹാര സാധനങ്ങളിലൂടെ വിഷജന്തുക്കളുടെ മലമൂത്രാദികളിൽ കൂടെ വിഷമകത്തേക്ക് കടക്കാനും സാധ്യതകളുണ്ട്. അതല്ല ഈ പറയുന്നത്. ശത്രുദത്ത യോഗമായി ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കൊണ്ടുവരുന്നതായ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളിവിടെ തന്നെ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതായ ദോഷങ്ങളൊക്കെ നമ്മൾ പറയുക വെച്ചാൽ ഛർദ്ദിപ്പിച്ച് കളയുക എന്നുള്ളതാണ് പറയുക. അതേപോലെ തന്നെ അല്ല എന്നുണ്ടെങ്കിൽ വൈദ്യശാലകളിൽ കൈവിഷ സംഹാരിണി എന്ന് പറയുന്ന ഗുളിക വാങ്ങിക്കാൻ കിട്ടും. ആ ഗുളിക വാങ്ങിച്ചതിന് ശേഷം ഗരുഡ പഞ്ചാക്ഷരി മന്ത്രവും ജപിച്ചിട്ട് വേണം ഇത് സേവിക്കുവാൻ. രാവിലെ ഉദയത്തിന് മുന്നേ വേണം, ജീരക വെള്ളത്തിൽ വേണം കഴിക്കുവാൻ. ഗുളിക കഴിച്ചതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അത്രയ്ക്കും ചിട്ടയായിട്ടുണ്ടെങ്കിൽ കൈവിഷബാധാദോഷങ്ങൾ തീരും. അതേപോലെ തന്നെ ഇതൊരു സൈഡ്. ഇനി ഈ കൈവിഷത്തിൽ മാന്ത്രികപരമായിട്ടാണ് നിങ്ങൾക്ക് ചെയ്തത് എങ്കിൽ അതിലുണ്ടാകുന്ന ആ ദേവതകളെ നമ്മൾ വന്നിട്ട് ഒഴിഞ്ഞു കളയേണ്ടതായിട്ട് വരും. ആവാഹിച്ചിട്ട് ഒഴിഞ്ഞു കളയേണ്ടതായിട്ട് വരും. അതാണ് ചില ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സൗന്ദര്യപ്പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഈ കൈവിഷം, അതായത് വശീകരണമായിട്ട് നമ്മൾ ജപിച്ച് കൊടുക്കാറുണ്ട്. ചിലത് വന്നിട്ട് എന്താ പറയുക, ഒരു പെണ്ണിനെ ആഗ്രഹിച്ചിട്ട് ചെയ്യുന്ന വേണ്ടാത്ത കർമ്മങ്ങളിലൂടെയും അത് ചെയ്യാറുണ്ട്. അപ്പോൾ 2 വിധത്തിലാണ് കൈവിഷബാധകൾ ഉണ്ടാവുക. അതിന് ഇതാണ് മന്ത്രങ്ങൾ എന്നാണ് പറയുക. ഈ മരുന്ന് വാങ്ങി കഴിക്കുന്നതും വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ക്ഷേത്രങ്ങളുടെ അടുത്തൊരു പച്ചമരുന്നുകൾ കൊടുക്കും പാലിൽ. ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഛർദ്ദിപ്പിച്ച് കളയാനും പറ്റും. ഛർദ്ദിപ്പിച്ച് കളഞ്ഞാൽ കൈവിഷബാധാദോഷങ്ങൾ പോവില്ല. കൈവിഷം ഉള്ളിലുള്ള ആ മരുന്നേ പോവുള്ളൂ. അതിൻ്റെ മന്ത്രശക്തി പോകണമെങ്കിൽ നമ്മൾ അതിൻ്റെ ആ ദേവതേനെ ആവാഹിച്ച് കളയേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് പറയുക. ഇതാണ് കൈവിഷബാധ. പേടിക്കാനൊന്നുമില്ല. ഇത് ചിലത് നമുക്ക് വന്നിട്ട് ദോഷങ്ങൾ അധികമായിരിക്കും, ചിലത് ദോഷങ്ങൾ കമ്മിയായിരിക്കും എന്നാണ് പറയുക.